ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. നല്ല തിരക്കായിരുന്നു, നല്ല വെയിലും. ആൾക്കാരിങ്ങനെ ക്യൂ നിന്നിട്ട് വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ തളർന്ന് വീഴുണ്ടായിരുന്നു വരിക്ക് നിന്നിട്ട്. ആംബുലൻസ് സൗകര്യവും പോലീസും വളണ്ടിയറും ഡോക്ടേഴ്സും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല വെയിലും തിരക്കുമായ കാരണം അങ്ങനെ ആൾക്കാർ വേഗം ക്ഷീണിച്ചിട്ട് വെള്ളമായിട്ട് വരുന്നവരും പിന്നെ അവിടെ അമ്പലത്തിൻ്റെ വക സംഭാരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രസാദൂട്ടിനൊക്കെ 10,000 ആളുകളുണ്ടായിരുന്നു. 2 ഭാഗത്തായിട്ട് പ്രസാദൂട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും നല്ല തിരക്കായിരുന്നു. ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയില്ല. പുറത്ത് നിന്നിട്ടൊക്കെ തൊഴുത് പിന്നെ അവിടെയൊക്കെ നടന്നൊന്ന് കണ്ട് ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു പോന്നു. പ്രസാദൂട്ടൊക്കെ കഴിച്ചു. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മല സീസണായ കാരണം ആ തിരക്കും എല്ലാ തിരക്കും കൂടിയിട്ട് ഉണ്ടായിരുന്നു. രാത്രിയിലായിരിക്കും കൂടുതലും കാണാൻ ഭംഗിയുണ്ടാവുക. ഈ വിളക്കുകളൊക്കെ അങ്ങനെ അവിടെ ആൾക്കാർ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ രാത്രി കത്തിക്കും. വെയിൽ കൊണ്ട് തളർന്നു വരുന്നവർക്കൊക്കെ അവിടെ സംഭാരം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിക്കുക. വെള്ളമുണ്ട്. വളണ്ടിയേഴ്സൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഏത് നേരം നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് എപ്പോഴും അവിടെ ആൾക്കാരുണ്ട്. ക്യൂ നിൽക്കുന്നവർക്കും തളർന്നു വീഴുന്നവർക്കും ഒക്കെ വൈദ്യസഹായവും വെള്ളവും എല്ലാം ഒപ്പം എത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സേവനമായിരുന്നു വളണ്ടിയർമാരുടെ. തൊഴാനുള്ള വരിയുടെ തിരക്ക് കണ്ടപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറാൻ നിന്നില്ല, പുറത്ത് നിന്ന് തൊഴുതിട്ട് പോന്ന്. പിന്നെ പ്രസാദൂട്ടിൻ്റെ വരിയിൽ പോയി നിന്ന് 3-4 മണിക്കൂറോളം നിന്നിട്ടാണ് പിന്നെ അവിടെ കയറാൻ പറ്റിയത്. പിന്നെ അവിടെ ഏകാദശിയായ കാരണം തന്നെ വെറുതെ നടന്ന് കാണാൻ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ കച്ചവടക്കാരും ഓരോ പാട്ട് പാടുന്ന ആൾക്കാരും കൈനോട്ടക്കാരും പിന്നെ എന്തൊക്കെയാണ് അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ എണീറ്റിട്ട് പിന്നെ കുറേ അങ്ങോട്ട് നടന്ന്. അപ്പോൾ അവിടെ അങ്ങനെ കുറേ കൈനോട്ടക്കാരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൈയൊക്കെ ഒന്ന് നോക്കി. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി പോയാലൊരു വീഡിയോയും കുറച്ച് അതിലിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇന്നത്തെയാണ്. നല്ല തിരക്കായിരുന്നു. നടക്കിലൊന്നും നിന്ന് തൊഴാനേ പറ്റിയിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ ദൂര സ്ഥലത്തുനിന്ന് വന്നവരൊക്കെ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യണവരാവും. ഇഷ്ടംമാതിരി ആൾക്കാർ ഇന്ന് രാത്രി അവിടെ ഉണ്ടാവും. പിന്നെ നാളെ ദ്വാദശി പണമൊക്കെ സമർപ്പിച്ചിട്ടേ മടങ്ങുള്ളൂ. ഇതൊക്കെ പ്രസാദൂട്ടിനുള്ള ക്യൂ ആണ്. ഇങ്ങനെ ഒരുപാട് വരികളുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ തളർന്നിട്ട് എന്നാലും വെള്ളവും ഇതൊക്കെ ആയിട്ട് ആൾക്കാരൊപ്പം വളണ്ടിയർമാർ വരുന്നുണ്ടായിരുന്നു. പ്രസാദൂട്ടിന് ഗോതമ്പ് ചോറും മോരുകറിയും പുഴുക്കും അച്ചാറും ആയിരുന്നു. പായസമൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. പ്രസാദൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെയൊക്കെ നടന്ന് കണ്ട് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോന്ന്. പിന്നെ വരണ വഴിക്കൊക്കെ ഈ ഹിന്ദിക്കാർ കച്ചവടക്കാർ പല പല സാധനങ്ങൾ അവരായിട്ട് സംസാരിച്ചാലൊക്കെ നല്ല വില കുറവിനൊക്കെ തരും. അവർ 300-400 പറയുമെങ്കിലും 150-100 രൂപയ്ക്കൊക്കെ തരും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പിന്നെ കുട്ടികളുടെയും വലിയവരുടെയൊക്കെ കച്ചേരിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അതൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ചു പോരുന്ന വഴിയിലൊക്കെ അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ പറ്റണ പോലെയൊക്കെ ചിലതൊക്കെ വീഡിയോ എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായം പറയും. പിന്നെ സാധാരണ ഉള്ള കച്ചവടക്കാരെയൊക്കെ കൂടുതൽ പുറത്തുനിന്നുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് കൃഷ്ണൻ്റെ ഒക്കെ വേഷം കെട്ടിയിട്ടുള്ള
ആൾക്കാരും അതൊക്കെ ഇങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ ഒപ്പം ഒരാളുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ 2 സൈഡും കൈനോട്ടക്കാരികളുണ്ടായിരുന്നു. അവർ നമ്മളെ വിടുകയില്ല, നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ കൈയൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിലൊക്കെ അങ്ങനെ യന്ത്രൂഞ്ഞാലും മറ്റേ മരണക്കിണർ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു, കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറവാണ്, എന്നാലും ഉടനെയൊക്കെ ശരിയാക്കി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി കാഴ്ചകളൊക്കെ കാണുക.